നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ, അന്തരിച്ച മുൻ മന്ത്രി, മുൻ CM VS അച്യുതാനന്ദൻ സഖാവിൻ്റെ ആദ്യ മരണ വാർഷിക ദിനമാണ്. ആ മഹാത്മാവിന് ഞങ്ങൾ ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ടും അനീതിക്കെതിരെ ധിക്കാരിയും അഹങ്കാരിയുമായിരുന്ന അച്യുതാനന്ദൻ, ഇവിടെ പാവപ്പെട്ടതിന് മുമ്പിൽ അഹങ്കാരിയും ധിക്കാരിയുമാകുന്ന മറ്റൊരു വിഭാഗം ഏതാണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കും. മറ്റൊന്ന്, മൊറോക്കോയിൽ നിന്ന് സ്പെയിനിൽ കുടിയേറിപ്പാർത്ത ആളാണ് ഇപ്പോഴത്തെ കളിയിൽ ജയിച്ച ജാമിദൻ. ലാമിൻ ജമാൽ നോറ്റാണ്. അദ്ദേഹം മൊറോക്കയിൽ നിന്ന് സ്പെയിനിൽ വന്ന് അവിടെ നിന്ന് ഇപ്പോൾ ലോകത്ത് ഫുട്ബോൾ കളിയിൽ മികച്ച സ്ഥാനം വിജയിച്ചു. മൊറോക്കോ അത് മാത്രമല്ല, ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് മൊറോക്കയിലാണ് തുടങ്ങിയത്. അതൊരു മുസ്ലിം യുവതിയാണ്, മുസ്ലിം സ്ത്രീയാണ്, മുസ്ലിം രാജകുമാരിയാണ്. എന്നിട്ടും പറയുന്നു മുസ്ലിങ്ങൾ അറബികൾ മണ്ടന്മാരും പൊട്ടന്മാരാണെന്ന്. അപ്പോൾ ആരാണ്? അവരാണോ പൊട്ടന്മാരോ അത് പറയുന്നവരാണോ? നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെയും പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് ആത്മാഭിമാനവും അഭിമാനവും കൊണ്ട് കൊള്ളുകയാണ്. ഈ ഒരു ചിന്താഗതി കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നെങ്കിൽ ഈ BJP നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ താഴെ ഇറക്കാൻ പറ്റില്ലായിരുന്നു. ഇനിയെങ്കിലും എല്ലാം മറന്ന് BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടികളുടെയും ഒരു കൺസോർഷ്യം അല്ലെങ്കിൽ ഒരു മുന്നണി ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇന്നത്തെ ഈ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യമാണ് അപകടത്തിലാകുന്നത്. അത്രയാണ് മനുഷ്യത്വം, മാതൃകയില്ല. എന്ത് ചെയ്താൽ നിങ്ങൾ BJP ഓഫീസിൽ കയറി ചെന്നാൽ അവിടെ പ്രശ്നം പരിഹരിച്ചു. കോടതി, പട്ടാളം ഒന്നും വിഷയമല്ല. അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യം അങ്ങനെ ആകാൻ പാടുണ്ടോ? നമ്മൾ അന്ധമായി RS വിരോധം കൊണ്ടോ അല്ലെങ്കിൽ സംഘവിരോധമോ അല്ലെങ്കിൽ മോഡി വിരോധം അല്ല പറയുന്നത്. പക്ഷെ അവർക്ക് പ്രതിപക്ഷം വേണ്ടത്ര സജ്ജമാകാത്തതിൻ്റെ പേരിൽ അവർ ഏകാധിപത്യം കാണിക്കുന്നു, ഫാസിസം പറ്റുന്നു, നീതി പോകുന്നു, അനീതി നടമാടുന്നു. അത് പറയുമ്പോൾ അന്ധമായി RS വിരോധം കൊണ്ട് പറയുന്നല്ല. നമ്മുടെ രാജ്യമാണ് വലുത്, ബാക്കിയെല്ലാം രണ്ടാം സ്ഥാനമാണ്. വിശ്വാസം വരെയും അപ്പോൾ മാതൃരാജ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ഒന്നാം സ്ഥാനം നിൽക്കേണ്ടത്. അല്ലെങ്കിൽ വിശ്വാസം വേണ്ടി അതിനോട് ഒപ്പമാകാം, അതിന് മുകളിൽ വരില്ല. ഇന്നതല്ല അവസ്ഥ. ഇന്ത്യ മഹാരാജ്യം വളരെ എല്ലാ നിലക്കും UP കണ്ട് 90,000 സ്കൂൾ മറ്റും പൂട്ടിയേക്കണത് അടിച്ചുപിടി സർക്കാർ സ്കൂളുകൾ. എന്ത് മനസ്സിലാക്കും നിങ്ങൾ? ഇവിടെ പ്രതിപക്ഷത്തിന് പറ്റിയ കാതലായ അപകടം, പോരായിക. നിങ്ങൾ ഒരു കാര്യമാണ്, CPM എന്ന പാർട്ടി കേരളത്തിൽ മാത്രമേ, പശ്ചിമ ബംഗാളിൽ പോയി, അതിപ്പോൾ കേരളത്തിലും പോയി. CPM എന്ന പാർട്ടി ഡൽഹിയിൽ അവർ നോമിനി കൊടുത്തിരിക്കുന്നത് 2% മാത്രമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരാളാണ്, ജോൺ ബ്രിട്ടാസ്. കഴിവുള്ളവനോ ഇല്ലെന്നോ അല്ലെങ്കിൽ വിടുക്കലെന്നോ പറയുന്നില്ല. ഇവരൊക്കെ ഉള്ള ആളിൻ്റെ പക്കത്തുള്ള കുഴപ്പമൊന്നുമില്ല. ഇവിടെ വോട്ടിംഗ് പാറ്റേൺ നോക്കട്ടെ, 2% ജനസംഖ്യയിലുള്ളൂ ഇന്ത്യയിൽ. കോൺഗ്രസ് നയിക്കുന്നത് 2% ബ്രാഹ്മിൻസ്. ഇത് നിങ്ങൾ കണക്ക് നോക്കണം. ജനാധിപത്യത്തിൽ വോട്ടിനാണ് വില. ഒരാൾക്ക് ഒരു വോട്ടുള്ളൂ. അത് മോഡിക്കും അതെ, മൊയ്തീൻ ഷായ്ക്കും അതെ. നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ നോക്കി, 2% ക്രിസ്ത്യൻസ്, 2% ബ്രാഹ്മിൻസ്, 0.2% നായർ വിഭാഗം ദേശീയ ലെവലിൽ. കാരണം ഇവിടെ ഏതാണ്ട് 9% ഉണ്ടെങ്കിൽ ഒരു 30 ലക്ഷം 150 കോടിയെ 30 കൊണ്ട് ഹരിച്ചാൽ 0.2 കിട്ടും. 100 പേരുണ്ടെങ്കിൽ 2 പേരില്ല, 1000 പേരിന് 2 പേരുള്ളൂ. ജനസംഖ്യാനുമായി നോക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നായർ വിഭാഗം കേരളത്തിൽ, ഈഴ വിഭാഗം 0.5% ഉള്ളൂ.
നായർ വിഭാഗം 9%, ഇവർ 21%, ഏതാണ്ട് ഒരു ഇരട്ടി കൂടുതലുണ്ട്. അത് 0.5 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 200 ആളുണ്ടെങ്കിൽ ഒരാളുള്ളൂ. മനസ്സിലായില്ലേ? അവർക്കെല്ലാം പിന്നെ ദളിത് 20% ദളിതുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ദളിത് 20 പാർട്ടിയിലാണ്, ബഹുജൻ സമാജ് പാർട്ടി ഉൾപ്പെടെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ എല്ലാ പാർട്ടിയിലും പോയിട്ട് കോൺഗ്രസ് വളരെ കുറച്ച് പേരുള്ളൂ. എന്നിട്ട് ഗാർഗി കൊണ്ടുവന്ന് ദേശീയ പ്രശ്നമാക്കി അനങ്ങാക്ക നിൽക്കുന്ന നടക്കാൻ പോലും പറ്റാത്ത ആളെ. വോട്ട് അധികാരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 2 കാര്യം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, എല്ലാ പ്രതിപക്ഷ പാർട്ടിയും 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, 20% ദളിതുകൾക്ക് 20 പാർട്ടിയിലാണെങ്കിലും മാന്യമായൊരു പ്രാതിനിധ്യം കൊടുക്കണം. മറ്റ് 20% മുസ്ലിങ്ങൾക്ക് അതിൽ 99.9% വോട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനാണ്. അപ്പോൾ ഈ സമാജ്വാദി പാർട്ടി മറ്റേ ലാലുവിൻ്റെ പാർട്ടിയെ കൂടി ഈ മുസ്ലിം സമുദായം വോട്ടും പണവും വാങ്ങി മായാവതി ഉൾപ്പെടെ, മായാവതി 4 പ്രാവശ്യം അധികാരത്തിൽ യു പി മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി തുല്യമാണ്. കേരളത്തിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റ് തുല്യമാണ്. അത് ചില റേഷ്യോ ഉണ്ട്. ആ മായാവതി മുസ്ലിങ്ങളുടെ വോട്ടും ക്യാഷും വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്ത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? BJPക്ക് അനുകൂലമായിട്ടല്ലെങ്കിലും ഫലത്തിൽ അനുകൂലമല്ലേ, ഭിന്നിപ്പിച്ചു പോയല്ലേ? ഇന്നും പറഞ്ഞിട്ട് നാൾ ഒരു പറഞ്ഞ ആ മായാവതി എൻ്റെ നേതാവാണ്, അതുകൊണ്ട് അങ്ങനെ സമരവും ചെയ്യാൻ പാടില്ല, നമുക്ക് നേരായ മാർഗത്തിൽ കൂടി പോകണം, കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷൻ ഒക്കെ ചെയ്യണം. എത്ര നാൾ പിടിക്കണം? ഒരു മനുഷ്യ ജീവൻ എത്രയുണ്ട്? 20 വയസ്സ് വരെ പയ്യനായി പോയി 60 വയസ്സായി തീർത്ത്, ബാക്കി 40 വയസ്സാണ്. 40 വയസ്സെന്ന് പറഞ്ഞാൽ 4 തെങ്ങുതീ വയ്ക്കാൻ പ്രായമുള്ളൂ. എന്നാലും തെങ്ങുതീ വെച്ച് ശരിക്കും കാവലാണെങ്കിൽ 10 വർഷം പിടിക്കും. അപ്പം 4 തെങ്ങുതീ വയ്ക്കുമ്പോൾ ഒരു പുരുഷാശി തീരും, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ഈ കോടതി കയറി കഴിഞ്ഞാൽ 50-60 വർഷം നടക്കും. ബാബരിന് ശിക്ഷ തന്നെ, മറ്റെല്ലാ ശിക്ഷ എത്ര കാലം പിടിക്കും? അപ്പോൾ നീതി ലഭിക്കുമോ? ഇത് വൈകി ഉദിക്കുന്ന ബുദ്ധി മണ്ടത്തിന് തുല്യമാണെന്ന് പറയും പോലെ വൈകി ലഭിക്കുന്ന നീതിയും നീതിയുടെ തുല്യമാണ്. വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഞാൻ ഈ പറയുന്നത്, ഞങ്ങൾ ഇപ്പം അതൊക്കെ വേൾഡ് ലോ ആണ്, വേൾഡ് ഫിലോസഫിയാണ്, വേൾഡ് നോളജാണ്, വേൾഡ് കൾച്ചറാണ്. അല്ല, ഇന്ത്യക്ക് മാത്രം കൾച്ചറല്ല പറയുന്നത്, കേരളത്തിൽ മാത്രം കൾച്ചറല്ല, ലോകനീതി നമ്മൾ പറയുന്നത്. എന്നിട്ട് ഒരു മുർഷിദാമദാര് കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം ഡൽഹിയിൽ കാണിക്കണ്ടോ? ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ 2 MP കാണിച്ചല്ലോ. ഇതൊക്കെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, വർഗീയമായി ചിന്തിക്കുന്നത് ശരിയല്ല, ജാതീയമായിട്ട് ചിന്തിക്കുന്നത് ശരിയല്ല. അതിലൊരു അനുഭവമുണ്ട്. ഒരു കത്തോലിക്കൻ ഇതുണ്ടായിരുന്നത് അങ്കമാലിയിൽ, അദ്ദേഹം എന്ത് പറഞ്ഞാലും 2-1 കത്തോലിക്കെന്ന് പറയും. അങ്ങനെ ഓരോ അസംബ്ലിയിൽ ഇങ്ങനെ ഉറക്കം നോയിരിക്കുകയാണ്. അപ്പോൾ അസംബ്ലിയിൽ ആരോ പറഞ്ഞ് 2 ജിറാഫിനെ ആഫ്രിക്കയിൽ നിന്ന് കാഴ്ചകളിൽ കൊണ്ടുവന്ന് പറയും. പുള്ളി ഉറക്കത്തിൽ 2 കേട്ടുള്ളൂ. എന്താ പറഞ്ഞത്? അതിലൊന്ന് കത്തോലിക്ക് പോയെന്ന് പറയും. അങ്ങനെ നാറിപ്പോയി. അങ്ങനെ നാറാൻ ഞാൻ മൊയ്തീൻ ഷാ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടാനും നാറാനോ സാധിക്കുന്നില്ല, അത് ഇഷ്ടമില്ല. പക്ഷേ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷായ്ക്ക് എല്ലാവർക്കും നീതി ലഭിക്കണം. അവിടെയാണ് വ്യത്യാസം. വളരെ ഫിലോസഫി ഞാൻ പറഞ്ഞാൽ അത് വർഗീയത ജാതിയല്ല. നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷായ്ക്ക് എല്ലാവർക്കും നീതി ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങൾ കൂടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നീതികേട് ലഭിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഇന്ത്യയിൽ. ദളിത് പോലും എത്ര ഇല്ല, കാരണം ഗാർഗി പ്രസിഡന്റ് ആയില്ലേ, കർണാടക മുഖ്യമന്ത്രി ആയില്ലേ. ഇവിടെ എത്ര മുഖ്യമന്ത്രിയൊക്കെ ആയി പല സ്ഥലത്തും മന്ത്രിമാരൊക്കെ ആയിട്ട്. ആഭ്യന്തരമന്ത്രി കർണാടക ആരാണ്? കർണാടകയിൽ എത്ര ദളിതുണ്ട്? ഇവിടെ കേരളത്തിൽ 30% ഒരു ആഭ്യന്തര മന്ത്രി, ഒരു CM, ഒരു റവന്യൂ മന്ത്രിയൊക്കെ ഒരു മുസ്ലിം വഹിക്കാൻ ഈ കോൺഗ്രസ് UDF സാധിക്കുന്നുണ്ടോ? അത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ തങ്ങളോ അല്ലെങ്കിൽ ലീഗിനെ കുറ്റപ്പെടും. കാരണം അവരിട്ട് മുഖ്യമന്ത്രി ആകുകയില്ല, മറ്റു മുസ്ലിം ആക്കാൻ സമ്മതിക്കില്ല. അവർ KPC പ്രസിഡന്റ് ആകുകയില്ല, മറ്റൊരു മുസ്ലിം KPC പ്രസിഡന്റ് സമ്മതിക്കില്ല. അതാണ് ഞാൻ മുസ്ലിനോട് എനിക്ക് പണക്ക്, വേറെ ഒരു പണക്കുമില്ല. നിങ്ങൾ മുഖ്യധാരയിൽ വരണം. കേവലം ഞാൻ പറഞ്ഞത് 2.2% നായരും 0.5% ഈഴനും ദേശീയ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകാൻ പറ്റും. പക്ഷെ 33% കേരളത്തിൽ, അല്ലെങ്കിൽ 20% മൊത്തത്തിലുള്ള ഇല്ല. എന്തിനോ നിങ്ങൾക്ക് ആകാൻ പറ്റാത്തത്?
അവിടെ ചിന്തിക്കട്ടെ. നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും നീതി ലഭിക്കട്ടെ. അതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങളുടെ കാര്യം കൂടി സംഭാഷണത്തിൽ വരുന്നത്. അല്ല, മുസ്ലിമിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. നീതിക്ക് വേണ്ടി വാദിക്കുന്നത്. എല്ലാവർക്കും നീതി വേണം. അവർ ദളിതായാലും നായരായാലും ചോരായാലും പറയാനായാലും ആരായാലും അവർക്ക് നീതി ലഭിക്കണം. വോയിസ് ഓഫ് ജസ്റ്റിസ്. അതിന് പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷാ. പലരും ചോദിച്ചാൽ തോന്നി, നിങ്ങളെന്തോ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പല മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു പറയുന്നത്. അത് ശരിയാണ്. ഞാൻ അങ്കമാലിക്കാരൻ ചേട്ടൻ മരിച്ചുപോയി. ആ ചേട്ടൻ്റെ കാര്യം ഓർക്കും. ഞാനപ്പോൾ പറയണം, ഞാൻ ഈ മുസ്ലിങ്ങൾക്ക് സംഭാഷണത്തെ വൽക്കോ എന്നെയും ജനസമൂഹം അങ്ങനെയാണ് കണക്കാക്കി തിരിച്ചു. പക്ഷെ നമ്മളങ്ങനെയല്ല. എല്ലാവർക്കും നീതി ലഭിക്കണം. കാരണം 0.4% കത്തോലിക്കരുള്ളത് കേരളത്തിൽ. ആകെ 9% ഉണ്ടെങ്കിൽ ദേശീയ ലെവലിൽ 0.4%, കേരളത്തിൽ 5% ഉള്ളൂ. അല്ലെങ്കിൽ 4% ഉള്ളൂ. 4% കത്തോലിക്കളിൽ ബാക്കി 96% പുറത്ത് കിടക്കുമ്പോൾ ഈ രണ്ടിലൊന്ന് വേണമെന്ന് പറയുന്നത് തല്ലുകൊള്ളാത്തതുകൊണ്ടല്ലേ. ആകെ 10% ക്രിസ്ത്യൻസ് കേരളത്തിൽ. അതിൽ 6% ലത്തീൻ കത്തോലിക്ക, 4% കത്തോലിക്കുള്ളൂ, സിറിയൻ കത്തോലിക്ക്. അപ്പോൾ 4% ഉള്ള കത്തോലിക്ക് ബാക്കി 96% പുറത്ത് കിടക്കുമ്പോൾ രണ്ടിലൊന്ന് കത്തോലിക്ക് വേണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ അതേക്ക് വലിയ അപകടവും നാണക്കേടും തെമ്മാടത്ത് വരേണ്ടോ? എനിക്ക് ഈപ്പെന്നാന്ന് തോന്നുന്നു. അത് പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോയില്ലൊക്കെ. അപ്പോൾ അങ്ങനെ മണ്ടനാകാൻ മൊയ്തീൻ ഷാ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നീതി ലഭിക്കണം. എവിടെയാണ് നീതി? ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം വേണം. സംവരണമല്ല, ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം വേണം. ഇത് പറഞ്ഞിട്ട് എന്തേ ഈ സമുദായം ഉൾപ്പെടെ പോകും സമൂഹത്തിൽ മനസ്സിലാക്കാത്തത്? പലരും ഞാൻ സംസാരിക്കുമ്പോൾ അതൊന്നും ഡോണ്ട് കെയർ, അത് അയാൾ ആരും ഇവിടെ നിന്ന് ആയിക്കോട്ടെ, ഇനി വിരോധമൊന്നുമില്ല. അപ്പം അതിൻ്റെ പേരിൽ ആളെ കൂട്ടിയിരിക്കുക, പിന്നെ പരസ്യം കിട്ടാൻ ഞാൻ എനിക്ക് പരിപാടിയില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളും സമാജ്വാദി പാർട്ടിയൊക്കെ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിന് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പ്രാതിനിധ്യം കൊടുത്തു. ഇപ്പോൾ തന്നെ മുസ്ലിം സമുദായത്തെ സംഘ് പരിവാർ കോളാമ്പി തൂക്കിയ ഓടുപോലെയാക്കി. കോളാമ്പിക്ക് തൂക്കിയ ഓട് പിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒന്നിനും കൊള്ളാത്ത സെക്കൻഡ് പൗരനാക്കി ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തെ. എന്നിട്ട് നമ്മൾ അവർ അന്ധമായിട്ട് എതിർക്കുന്നില്ല. കാരണം അന്ധമായിട്ട് എതിർക്കുന്നത് ഒരു മാന്യതയല്ല. അതിന് ഇപ്പം നല്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഈ അന്തോണിയൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് എങ്ങനെ പറയാതിരിക്കും? അന്തോണിയെക്കുറിച്ചൊക്കെ 40 വർഷം പോയി ഡൽഹിയിൽ പോയിരുന്നില്ലേ? പാർട്ടി എല്ലാം BJPയുടെ മറ്റുള്ള കൊടുത്ത് അല്ലേ അതിൽ. നമ്മളിത് പറയുമ്പോൾ നമ്മളെങ്കിലും പറയണ്ടോ? ആരെങ്കിലും പാടും മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ആരുമില്ല. അപ്പം ഞാൻ മൊയ്തീൻ ഷായിലും പറയും, ഞാനും പറയാം, ദൈവത്തിനും ജനങ്ങളുടെ മുമ്പിൽ അത് മറ്റാരുടെ മുമ്പിൽ നമ്മൾ വിട്ടുകൊടുക്കാറില്ല. ഒരു കാര്യസാധ്യതയുണ്ട്. ഇനിയിട്ട് ആവശ്യമില്ല. ചെറുപ്പതും ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യണം. ഇനിയിട്ട് ആവശ്യമില്ലല്ലോ. അതാ പറഞ്ഞു, നീതി വേണം. അതാണ് പറഞ്ഞത്. ഒരു നാമധാരി 20% വോട്ട്, 99% വോട്ടും ഈ സമുദായത്തിന് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി കൊടുത്തിട്ട് ഒരു പ്രാതിനിധ്യം വേണ്ടേ? 5 ശരാശരി 5 അവകാശം കിട്ടണ്ടേ? അതെങ്കിലും കൊടുക്കണ്ടേ? രണ്ടാമത്തെയാണ് കൊടുക്കട്ടെ, രണ്ടാമത്തെ കൂടെ 5 കൊടുക്കണ്ടേ? ഉണ്ടോ? അതും മാറ്റി വയ്ക്കാം നമുക്ക് വേണമെങ്കിൽ. BJP എന്ന മാനത്തെ മാറ്റാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ BJP വെച്ച് വായിക്കുക, എല്ലാവരും ഒരുമിച്ച് കൂട്ടെ. ഇപ്പോൾ 10 വർഷം ആയില്ലോ പ്രതിപക്ഷത്ത്, 12 വർഷം കണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്തു? എന്ത് ചെയ്തു? എന്താണ് ചെയ്യാറുന്നത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെയല്ല, ഞാൻ പറയും, ലോകത്ത് ഇന്ന് 5 പടുവൃദ്ധന്മാർക്ക് ഒരു 3 വർഷം കൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം ഉണ്ടാക്കുന്നത്. ആരാണ്? ഒന്ന് നെത്യന്യാഹു, 90 വയസ്സുണ്ട്. അമേരിക്ക ഫ്രോഡല്ല, ഫ്രെഡ് 90 വയസ്സുണ്ട്. അവിടെ മോഡി ഏതാണ്ട് 19 വയസ്സുണ്ട്, 85 വയസ്സുണ്ട്, 78. പിന്നെ ചൈനയിൽ ഷിയാങ്കോ, അതുകൊണ്ട് 90 വയസ്സുണ്ട്. പുടിൻ. ഈ 5 ലോക നേതാക്കൾക്ക്, ലോക നേതാക്കൾക്ക് 5 പേർക്ക് 2-3 വർഷം കൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ യുദ്ധകോലാഹലം ഈ വ്യക്തികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ഈ സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ MLA-മാർ MP-മാരൊക്കെ പാർട്ടി ഭാരമല്ല, സ്ഥാനമാനങ്ങൾ വരുമ്പോൾ ഒരു 40-നും 60-നും എടുക്കുള്ള, 40 വയസ്സ് കഴിഞ്ഞവരും 60 വയസ്സുള്ള, 20 വയസ്സാണ് ഉള്ളൂ. 20 വർഷമാണ് സ്ഥാനം കൊടുക്കാവുള്ളൂ ആർക്കാണെങ്കിലും. ബാക്കി
വയസ്സന്മാരൊക്കെ കൊല്ലാനല്ല പറഞ്ഞത്. MLA MP സ്ഥാനത്ത് പോകണം, അധികാര സ്ഥാനത്ത് മാറ്റണം, പാർട്ടിയിൽ ആർക്കും പോകാം അല്ലേ. അതും പരമാവധി ചെറുപ്പക്കാരാക്കുന്നത്. അപ്പോൾ 4 ടേമേ കിട്ടുള്ളൂ, മാക്സിമം ഒരാൾക്ക് 4 ടേം പറ്റുള്ളൂ. ഇത് 8 വർഷം 10 വർഷം ഇതാണ്. ഉമ്മൻചാണ്ടിക്ക് 12 വർഷമായിട്ട് MLA ആയിട്ടിരുന്നത്. അതൊരു യോഗ്യതയുള്ള മനുഷ്യ കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി മാത്രമല്ല, ആരെങ്കിലും 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു സ്ഥാനത്തിരിക്കുന്നത് യോഗ്യതയല്ല. പിന്നെ കൊടിക്കുന്നിൽ പറയും, ഞാൻ 40-50 വർഷം MLA MP രാജ്യസ്ഥാനം മതിയുണ്ട്, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം. മറ്റൊരു ഉണ്ണിക്കുട്ടൻ എന്നാണ്. ഇതൊരു അവകാശമാണത്. ചാൻസ് വന്നാൽ ഒത്തുവരാണെങ്കിൽ ദളിതിന് മുഖ്യമന്ത്രി ആകാൻ കുഴപ്പമൊന്നുമില്ല. ഇതൊരു അവകാശം പോലെ പറയാം. അപ്പം ചൂല് വെച്ച് അടിക്കാത്തതുകൊണ്ടല്ലേ, ചാണത്തിൽ മുക്കി അടിക്കാത്തതുകൊണ്ടല്ലേ അവരിങ്ങനെ അവകാശം വരുന്നത്. ഇപ്പം ഡൽഹിയിൽ കാണുമ്പോൾ മോഡി അമിത്ഷാന് വിറച്ച് നിൽക്കണത്. അവരുടെ മുമ്പിലൊന്നും ഇവിടുത്തെ കേരളത്തിലെ UDF നേതാക്കളോ LDF നേതാക്കളോ ഒന്നുമല്ല, പൂജ്യമാണ്. അപ്പം ഈ നേതാക്കളെ കണ്ട് ചാണകത്തിൽ മുക്കിയിട്ട് ചൂലുകൊണ്ട് അടിക്കണം, എങ്കിലും മര്യാദ പിടിക്കുള്ളൂ. 50, 60, 10, 20 വർഷം MLA MP ആയി കേന്ദ്രമന്ത്രിക്കായി നിന്നിട്ടാണ് എനിക്ക് മുഖ്യമന്ത്രി ആണെന്നത്. അപ്പോൾ ഈ സുരേഷ് എന്താണ് കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ റിവാർഡ് നടത്താൻ ഭാവിക്കുമോ? ഉണ്ണിത്താന് KPC പ്രസിഡന്റ്, ജാതി നോക്കേണ്ട കാര്യമാണത്. അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അതൊന്നും ജനങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ പാഠമാണത്. ഡൽഹിയിൽ ഇന്ന് നടക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ കോമരങ്ങൾക്ക്, മോഡി ഉൾപ്പെടെ രാഹുൽ ഉൾപ്പെടെ കോമരങ്ങൾക്ക് ഒരു പാഠമാണത്. യുവതലമുറ ഇറങ്ങിയാൽ 10 വർഷം 12 വർഷം 13 വർഷം പ്രതിപക്ഷത്തെന്തിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസൊക്കെ ഇതുപോലെ ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്ന അറിയിട്ടോ? ആദ്യമായിട്ടാണ് പാർലമെന്റിലേക്ക് ആങ്ങളെ ബംഗളൂരു പ്രതിഷേധം പോയത്, ആദ്യമായിട്ട്. കാരണം പിള്ളേരൊക്കെ കാണുമ്പോൾ നാണായിട്ട് ചെന്നത്. ഒരു സമരത്തിന് ഈ മാന്യമായതുപോലെ അവർ ആൾക്കൂട്ടം ഉണ്ടാക്കും. അത് കഴിവേണ്ട ലക്ഷമാണ് ആൾക്കൂട്ടം എന്നുള്ളത്. ആൾക്കൂട്ടം വോട്ടാവില്ല. അപ്പോൾ എന്താ പറയുന്നത്, ഒരു നിലക്കും ഈ സമ്പത്തും പ്രതിപക്ഷ സ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനം കിട്ടി സമ്പാദിച്ചു പോകാൻ ആളാകുന്നല്ലാതെ, പണിയെടുക്കാതെ ആളാകുന്നല്ലാതെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന എന്താണ് പറയൂ? കോൺഗ്രസ് രാജ്യത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഇപ്പോൾ പണ്ട് കാലത്ത് പോട്ടെ, 12 വർഷം പ്രതിപക്ഷത്തെ അവർക്ക് കിട്ടിയില്ല, പ്രതിപക്ഷം കോൺഗ്രസ് നിലനിൽച്ച്. എന്നിട്ട് ഈ ഒത്തിടത്തും വളർന്നു പോകല്ലാതെ മോഡി അല്ലെങ്കിൽ BJP സംഘപരിവാർ ഒതുക്കാൻ പറ്റുന്നുണ്ടോ? അത് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ചെറുപ്പക്കാർ, അതാണ് ചെറുപ്പക്കാർ മാത്രമല്ല, ഇന്നലെ പറഞ്ഞ പോലെ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും കോളേജ് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ സമരത്തിനും ഇറങ്ങിയത് ഇന്ത്യയിൽ തന്നെയാണ്. എന്നീ കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. 20 ദിവസം കളിച്ചില്ല. ഇന്നാണ് CPM അല്ല CM ഡൽഹിക്കൊന്ന് ചെന്ന് ഷൈൻ ചെയ്യിപ്പിച്ചെന്നാ. 20 ദിവസം ഒരു വെയിൽ കൊണ്ടും പോലീസ് അത് അനങ്ങിയില്ല. ഈ രാഹുൽ ഒന്നല്ല, നമ്മുടെ CM കേരളത്തിലെ CM പോയില്ല. ഇപ്പം ചെല്ലുമ്പോൾ ഷൈനാണ്, ചാനലെല്ലാം വന്നിട്ട് ഷൈൻ ചെയ്യാം. ഈ ഷൈനൊക്കെ നിർത്ത്. അധികം ഷൈനൊന്നും ചെയ്യണ്ട. ജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞ്, ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഇന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ 90% നേതാക്കളും സ്വാർത്ഥ താല്പര്യം നിൽക്കണം, അല്ലാതെ BJP താഴെ ഇറക്കാനില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് നിൽക്കക്കള്ളിയില്ലാതെയാണ് ഇവർ എന്ത് ചെയ്ത് രംഗത്ത് വന്നത്. നിൽക്കക്കള്ളിയില്ലാതെ. അപ്പോൾ ചിലർ അവർ BJPയുടെ പച്ചയും കാവ്യം കൊടിയാണല്ലോ. കോക്രോച്ച് അടുപ്പിൻ്റെ ഭഗവാനും പേര് പറയില്ല. കോക്രോച്ച് പാറ്റ ദൈവമില്ലല്ലോ, പാറ്റ ദൈവമില്ല, എലി ദൈവമൊക്കെ ഉണ്ട് കൊല്ലേ. അങ്ങനെയാണെങ്കിൽ ആകട്ടെ, ഇപ്പോഴത്തെ ഭരണം താഴെ ഇറങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് അവർ BJPയിൽ അത് 6 സംഘപരിവാറിലേക്ക് പോവുകയാണെങ്കിൽ അപ്പം ആലോചിക്കാം. 70 വയസ്സിൽ തെണ്ണു ഞാൻ 7 വയസ്സിൽ പാളി നിൽക്കുന്ന കാര്യമുണ്ടോ? അതിന് പേര് മാറി നിൽക്കുന്ന കാര്യമുണ്ടോ? ഇപ്പോഴും പ്രതിപക്ഷത്തിൽ ചില പാർട്ടികൾക്ക് ഒരു വിശ്വാസമല്ല. അവർ ആം ആദ്മി പാർട്ടി പോലെ BJPയുടെ സെക്കൻഡ് ടീമാണ് പറഞ്ഞത്. മേ ബി ഒരു ഷായൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സൈക്കോളജി പറയുന്നത് അതൊരു അന്ധമായിട്ട് അതിനെ അനുഭവിക്കാൻ പാടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഭരണകൂടം താഴെ ഇറങ്ങി മാറ്റുക, അതാണ് ഏറ്റവും ആദ്യം. ഇപ്പോഴത്തെ ഭരണകൂടം അതല്ല ഇപ്പോഴത്തെ കോൺഗ്രസിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുള്ള ഞങ്ങളുടെ പ്രതിഷേധം. ഞാൻ 20% ഒരു വിഭാഗം ഉണ്ടോ ഇന്ത്യയിൽ, അത് മുസ്ലിങ്ങൾ പറയും. അവർക്ക് നിങ്ങൾ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കണ്ടോ? ആദ്യം തോപ്പിച്ചു
എന്താണ് ചിന്തിക്കാത്തത്? അവരെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല നിങ്ങൾ ബൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് ധാരണയുള്ളൂ മുസ്ലിങ്ങൾ സെക്കൻഡ് പൗണ്ടായിട്ട് BJP സംഘപരിവാരം കണക്കാക്കുന്നുണ്ട്. അവർ ഞങ്ങളുടെ കൂടെ പിന്നെ റാമൊളി നിന്നുള്ളൂ. ഒരു റാമൊളി നിൽക്കില്ല, നിൽക്കക്കളിയില്ല. എന്നാൽ ഞങ്ങൾ തീരുമാനം എടുക്കും. ആ തീരുമാനം ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അജഗജാന്ത വ്യത്യാസമായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പറയുന്നത് താക്കീതല്ല, ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗം ജനങ്ങൾക്കും, എല്ലാ സമുദായങ്ങൾക്കും, എല്ലാ ജാതിക്കും കൊടുക്കണം. അവിടെ ദേശം, ജാതി, മത, വർഗ, ലിംഗ, ദേശ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ രീതി. ഇപ്പോൾ UP-യിലൊക്കെ പിന്നെ 1500-2000 വർഷം 1500 വർഷം മുമ്പൊക്കെ നടന്ന പള്ളികളൊക്കെ അമ്പലം എന്ന് പറഞ്ഞ് ഇറങ്ങണ്ടല്ലോ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, BJP ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ BJP ഒരു വിഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഗോവയിൽ നിന്ന് 1600 ഏതാണ്ട് 400 വർഷം മുൻപ് പോർട്ടീസുകാർ വന്നപ്പോൾ അവിടുത്തെ ഗോങ്ങിണിമാരെന്ന ഹിന്ദുക്കളെ കംപ്ലീറ്റ് അടിച്ചോടിച്ച് അവർ ഓടിപ്പോകുന്നത് മട്ടാഞ്ചേരിയിലേക്കും ഈ TD റോഡ്, എറണാകുളം TD റോഡിലേക്കാണ് 400 വർഷം മുമ്പ്. അങ്ങനെ അവർ ഓടിച്ച് അവിടെ കയ്യേറിയ പോർട്ടീസുകാർ കയ്യേറി അവസാനം അവർ പോയപ്പോൾ ക്രിസ്ത്യാനികളെ ഏൽപ്പിച്ച് ക്രിസ്ത്യൻ പള്ളികളൊക്കെ സ്ഥാപനം വലുതുണ്ട്. അതൊക്കെ നമ്മൾ UP-യിൽ ചെയ്യുമ്പോൾ കയറുമെന്നാണ് പറയുന്നത്. ഒക്കെ സ്വത്തിന് 200 ഇരട്ടി ഇവിടെ സഭയ്ക്കുണ്ട്. സഭയുടെ സഭയുടെ സ്വത്ത്, ഈ കത്തോലിക്ക സഭയുടെ സ്വത്ത് മാത്രം ഒക്കപ്പോൾ 200 ഇരട്ടിയാണ്. 1:200. ഞാൻ പറഞ്ഞ നെറ്റിലടിച്ച കിട്ടും. എന്നിട്ട് ഞങ്ങൾ സഭയുടെ സ്വത്തിന് വേണ്ടി മുസ്ലിം സമുദായം ഒരക്ഷരം ഇടുന്നുണ്ടോ? എന്നിട്ട് ഈ നന്ദിയില്ലാത്ത ചിലവർ ഒക്കെ സ്വത്തിൽ കൈകയറുന്നില്ലേ, അല്ല കൈകെടുത്തുന്നില്ലേ? എന്താണ് ആവശ്യം? അവരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമുദായമായിട്ട് ഇന്ത്യയിലെ ഒക്കെ സ്വത്തായിട്ട് യാതൊരു ബന്ധമില്ല. കടലും കടലാടി പോലെ ഒരു ബന്ധം. എന്നിട്ട് അതിൽ സഭ ഇടപെട്ടില്ലേ? അവസ്ഥ നാറിപ്പോയില്ലേ? ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒഴിപ്പിക്കുന്നതിൽ ഗോവയിലെ ക്രിസ്തീയ സ്ഥാപനങ്ങളും ക്രിസ്തീയ പിന്നെ ഇത് അന്ന് ഒഴിപ്പിച്ച് ഓടിച്ചു വിട്ട് കണക്കെടുത്തിട്ട് അവരെല്ലാം ഇറക്കാൻ പോകണം. മനോരമയൊക്കെ എന്ത് ചെയ്യുന്ന അറിയാമല്ലോ ഇപ്പോൾ, മനോരമയും മറ്റേ ഇതൊക്കെ. അത് 400 വർഷമുള്ളൂ. മറ്റേ 1500 വർഷം UP-യിലൊക്കെ ഉള്ളു. 1500 വർഷം മുസ്ലിങ്ങൾ വന്നിട്ട് ആകെ 1500 വർഷമുള്ളൂ. ഇപ്പോൾ 1500 വർഷം കൂടി പഴക്കം പറയാൻ പറ്റില്ല. 1500 വർഷമുള്ളൂ. പോർട്ടീസുകാരൊന്നും പോയിട്ട് 400 വർഷമായിട്ടുള്ളൂ. അപ്പോൾ 400 വർഷം ഒഴിപ്പിക്കണം. ആദ്യം 1500 ഒഴിപ്പിക്കണോ? 1500 ഒഴിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി 400 കിടക്കാണ്. ഓർത്തിരുന്ന എല്ലാവർക്കും പാഠം. രാഹുൽ ഗാന്ധിക്കും മറ്റെല്ലാ ഗാന്ധിമാർക്കും പാഠമാണത്. മാന്യമായിട്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ, ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, ജനസംഖ്യക്ക് ആനുപാതിക പ്രാതിനിധ്യം കൊടുക്കണം. എല്ലാവർക്കും തുല്യ രീതി വേണം. അതില്ലെങ്കിൽ അപകടമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പ്രാദേശിക കാര്യങ്ങൾ പ്രത്യേകം പറയുകയാണ്. ഒന്ന്, എറണാകുളം ഗവൺമെൻറ് എറണാകുളം ജില്ലാ വെറ്ററിനറി ഹോസ്പിറ്റൽ. ഒരിക്കലും ഞാൻ അവിടെ ഒരു പൂച്ചൊരു കാര്യത്തിന് വേണ്ടി ചെന്നപ്പോഴേ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല സാർ, എന്തൊക്കെ 2 ആഴ്ചയും വെള്ളമില്ല. ഞാൻ പോയി എനിക്ക് ഞായറാഴ്ച ഉള്ളൂ. അപ്പോൾ അത് കളക്ടറെ വിളിച്ച്, കളക്ടറുടെ എന്ന് പറഞ്ഞത് ഇന്ന് സൺഡേ ആണ്, നാളെ 10 മണിക്ക് മുമ്പായിട്ട് ശരിയാക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു 10 മണിക്ക് ശേഷം വന്നില്ലെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞു. സന്ധ്യയായിട്ടും വിളിക്കുന്നില്ല ഡോക്ടർ എൽദോന്ന് പറഞ്ഞു, പേരും പറഞ്ഞു. എന്തോ സ്ഥലം മാറി പോയി തൃശ്ശൂർ പോയി. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു 8 മണി. എന്ത് സാറ് വിളിക്കാതെ? അല്ല, അത് വെള്ളം കിട്ടി, അതുകൊണ്ടാണ് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ അവിടെ സീനിയർ ഡോക്ടേഴ്സില്ല, ഓപ്പറേഷൻ വിദഗ്ധരുടെ സീനിയർ ഡോക്ടേഴ്സ് ഇല്ല. എത്രയും പെട്ടെന്ന് അവിടെ സീനിയർ ഡോക്ടറെ വയ്ക്കണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ആരോട്? ആരോഗ്യവകുപ്പ് മന്ത്രിയോടും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറോടും. മറ്റൊന്ന്, ഈ ഹാർട്ട് പേഷ്യൻറ്റുകൾക്ക് മറ്റേ ബൈപ്പാസ് സർജറിക്ക് രക്തം ലൂസാകാനുള്ളൊരു ഗുളികയുണ്ട്. അത് എറണാകുളം മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജ് 10 രൂപയ്ക്കും ബ്ലാക്കിൽ 18 രൂപക്കാണ്. എന്നിട്ട് 5-6 മാസമായിട്ട് അവിടെ ആ ഗുളിക സ്റ്റോക്ക് വന്നിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. ഹാർട്ട് പേഷ്യൻ്റിലെ പണക്കാരെന്ന് പറയരുത്, പാവപ്പെട്ടവരുണ്ട്. എന്ത് ഇറസ്പോൺസിബിളാണ് നിങ്ങൾ? എന്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത്? ആരോഗ്യമന്ത്രി ഇപ്പോൾ ഇതേ വന്നിട്ട് 1 മാസം 2 മാസം ആകുന്നുള്ളൂ, ഇത് 5-6 മാസം ഇല്ലെന്നാണ്. അപ്പോൾ ഇതാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകാൻ വേണ്ടി ഒരു ഒത്തുകളിയാണ്.
എല്ലാം തട്ടിപ്പാണ് നടക്കുന്നത്. ഹോസ്പിറ്റലിൽ മാത്രമല്ല, സർക്കാർ ഉടമയിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ പങ്കുവെച്ചോടും കൂട്ടിവെച്ചോടാം. അത് മാറും. അപ്പോൾ എന്നോട് പാർട്ടി ഇപ്പോൾ 2 മാസം മുമ്പ് വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാതെ പരാതി ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നും അവർ വിളിച്ചു, അവർക്ക് മരുന്ന് കിട്ടുന്നില്ല, വാങ്ങിക്കാൻ കാശുമില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. അതാണ് സംഗതി. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണ്ടേ, അതല്ലേ ശരി. അപ്പോൾ ഏതെങ്കിലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ 2 കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താറ്. അതിൽ ഒന്ന്, ഇനിയെങ്കിലും BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും ചേർത്തുള്ള മുന്നണി ചേർത്ത് മുന്നോട്ട് പോകണം. BJP ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും ചേർക്കാനായിട്ട് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യണം. ചെയ്തോ ചെയ്യട്ടെ, ചേരാത്തോ ചെയ്യണ്ട. മറ്റൊന്ന്, ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പ്രാതിനിധ്യം സ്ഥാനമാനങ്ങളിൽ പാർട്ടികൾ കൊടുക്കണം. അല്ല, മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് 20% മുസ്ലിം സമുദായത്തിൽ 99.9% വോട്ട് കൊടുക്കുന്ന ഈ പ്രതിപക്ഷ പാർട്ടികൾക്കാരുണ്ട്. അവർക്ക് കൊടുക്കണം ജനസംഖ്യയ്ക്ക് ആനുപാതിത്യം. ഇത് അവർ നിങ്ങൾ അകറ്റി നിർത്തുമ്പോൾ സംഘപരിവാർ വിജയിക്കല്ലേ. ഞങ്ങളെ പേടിച്ച് അവർക്ക് കൊടുക്കലാന്ന്. എടോ, അന്തോണി പറഞ്ഞ് ഇപ്പോൾ അന്തോണി ഇരിക്കാനുള്ള മരിച്ചിട്ടൊന്നുമില്ല, ജീവിച്ചിട്ടുമല്ലോ. അദ്ദേഹം ഗുജറാത്ത് ഇലക്ഷനിലേ തോൽവിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സോണിയാഗാന്ധി വിട്ട് പൊന്നുമോനെ റിസൾട്ട് കൊടുത്തത്. എന്നിട്ട് പുള്ളി പറഞ്ഞറിയോ, അവിടെ 7% ദളിതരുള്ളൂ, അവർക്ക് സ്റ്റേജിൽ വരാം. 14% മുസ്ലിങ്ങൾക്ക് സ്റ്റേജിൻ്റെ അടുത്ത് വരെയായിരുന്നു. അത് പുള്ളി റിപ്പോർട്ടാണ്. എന്നിട്ടിപ്പോൾ എവിടെയാണ് ഗുജറാത്തിൽ കോൺഗ്രസ്? പണ്ട് എത്ര മുഖ്യമന്ത്രി ഉണ്ടായത് ഇന്ത്യയിൽ? ഇന്ദിരാഗാന്ധി കാലം വരെ. ഇന്ദിരാഗാന്ധി കാലം ശേഷമാണല്ലോ ഒരൊറ്റ ആളുമില്ലല്ലോ. കാശ്മീരിൽ ഒഴിച്ചുപാട്, കാശ്മീരിൽ പോട്ടെ, ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ? 33% മുസ്ലിങ്ങളുടെ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി കൂടി ചിന്തിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ കോക്രോച്ച് പാർട്ടി പോലെ ഇവിടെയും മാറ്റങ്ങൾ തുടങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായും നന്ദി ചെയ്യുന്നു.